കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to Igno Focus 5.0. Igno previous year question paper ഒരു ultimate analysis ആണ് ഈ whole session. So in this session we are discussing economics paper NEC to NAP 5. So ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻ ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TEലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടി നമ്മൾ ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിനെ ഫ്രീക്വൻസി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഹോൾ സെഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ഫസ്റ്റ് വൺ ബ്ലോക്ക് വൈസ് ആയിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ഫൊമാറ്റിൽ നമുക്ക് എക്സാംസ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. സോ അതിന്റെ വെയിറ്റേജും സ്ട്രക്ചറും ഒക്കെ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് പ്രൊബബിലിറ്റിയും അതിന്റെ പ്രഡിക്ഷൻസും റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂയും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദിസ് ഹോൾ സെഷൻ ഇസ് മോർ പ്രിഡിക്റ്റീവ് പേപ്പർ ആണ്. ഇഗ്നോയുടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആൻസർ സ്കീമും അതോടൊപ്പം തന്നെ മാർക്കിംഗ് സ്ട്രക്ചറും ലേൺവൈസിന്റെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്നാലും നിങ്ങൾ അതിലൂടെ ഗോ ത്രൂ ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസും ചെയ്യണം. ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ സിലബസ് ഒന്ന് പറയുവാണെങ്കിൽ എക്സാം റിലവന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ബൈ യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് tertiary service sector growth 5 times appear ചെയ്തിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി മീഡിയം റിലവന്റ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് 2 times appear ചെയ്തിട്ടുണ്ട്, ലോ റിലവന്റ് ആണ്. എൻവയോൺമെന്റൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് 3 times appear ചെയ്തിട്ടുണ്ട്, ലോ റിലവന്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് PPP സെക്ടർ മോഡൽ 6 times appear ചെയ്തിട്ടുണ്ട്, മീഡിയം റിലവന്റ് ആണ്. സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഓർ മാർക്കറ്റ് ഫെയിലിയർ 5 times appear ആണ്, മീഡിയം റിലവന്റ് ആണ്. എക്കോണമിക് റിഫോംസ് ഓർ ലിബറലൈസേഷൻ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പ്രൈവറ്റൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് PPP പോളിസി 7 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവന്റ് ആണ്. ഇൻഫ്ലേഷൻ ആൻഡ് മോണിറ്ററി പോളിസി IT ഫ്രെയിംവർക്ക് 5 times appeared ആണ്, മീഡിയം കാറ്റഗറിയാണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഡെറ്റ് മാർക്കറ്റ് 1 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ ആണ്. ഫിസിക്കൽ പോളിസി ആൻഡ് FODM ആക്ട് 2 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ഫിനാൻസ് കമ്മീഷൻ 6 times appeared ആണ്, മീഡിയം കാറ്റഗറിയാണ്. അഗ്രികൾച്ചർ, ഗ്രീൻ റെവല്യൂഷൻ, MSP, DFI 6 times appeared ആണ്, മീഡിയം കാറ്റഗറിയാണ്. ഇൻഡസ്ട്രിയൽ പോളിസി മാനുഫാക്ചറിംഗ് 4 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. MSMEs ഇഷ്യൂസ് ആൻഡ് പോളിസീസ് 7 times appeared ആണ്, മീഡിയം കാറ്റഗറിയാണ്. സർവീസ് പോളിസി, ഇന്റഗ്രേറ്റഡ് പോളിസി, GST ഓൺ സർവീസസ് 3 times appeared ആണ്, ലോ കാറ്റഗറിയാണ്. ഇൻഫോർമൽ സർവീസ് സെക്ടർ 2 times appeared ആണ്, ലോ കാറ്റഗറിയാണ്. ട്രേഡ് പോളിസി അഗ്രിമെന്റ്സ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ അത് ഇമ്പോർട്ടന്റ് ആണ്, ലോ കാറ്റഗറിയാണ്. ഫോറിൻ ട്രേഡ് ആൻഡ് BOP ബാലൻസ് ഓഫ് പേയ്മെന്റ് 5 times appeared ആണ്, മീഡിയം കാറ്റഗറിയാണ്. ഫോറിൻ ക്യാപിറ്റൽ FDI, FPI ഓർ FDI ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ടല്ലോ. സോ 12 times ചോദിച്ചിട്ടുണ്ട്, ഹൈ കാറ്റഗറിയാണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. പോവർട്ടി, മാൽന്യൂട്രീഷൻ, ഇൻക്ലൂസീവ് ഗ്രോത്ത് 8 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറിയാണ്. എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് 3 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസും MG നരേഗ സ്കീം 5 times appeared ആണ്, മീഡിയം കാറ്റഗറിയാണ്. റീജിയണൽ ഡിസ്പാരിറ്റീസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. ഗുഡ് ഗവേണൻസ് 7 times appeared ആണ്, മീഡിയം കാറ്റഗറിയാണ്. ഇനി ടോട്ടൽ ക്വസ്റ്റ്യൻസിന് പെർ ബ്ലോക്ക് ഒരു ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റും. സിക്സ്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, ഫോളോഡ് ബൈ 4th ബ്ലോക്ക്, ദെൻ 5th ആൻഡ് 5th ബ്ലോക്ക്. ഒരു ഹീറ്റ് മാപ്പ് സമ്മറി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും 4th ബ്ലോക്കിലുള്ള യൂണിറ്റ് 18 15 to 20 വരെയുള്ള ഭാഗം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ 4 themes നമ്മൾ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. നെക്സ്റ്റ് ഓവറോൾ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പറയാം. ഫോറിൻ ക്യാപിറ്റൽ ഡിഫറെന്റ് ഫോമാറ്റിലുണ്ട്, FPI, FPI ഓ FPI 12 times appear ചെയ്തിട്ടുണ്ട്, essay ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ 2 രീതിയിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് പോവർട്ടി, മാൽന്യൂട്രീഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് 8 times appeared ആണ്, അതിന്റെ സ്കീംസും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ നമ്മൾ പഠിക്കണം. ഗുഡ് ഗവേണൻസ് 7 തവണ appeared ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഒരു സോസൈറ്റി ഫോക്കസ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ essay ടൈപ്പ് 20 marks 700 words.
essay with subparts. ഓക്കെ 20 മാർക്സ് ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യാം 10+10 എന്ന് പറഞ്ഞിട്ട്. അത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സബ് പാർട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം അല്ലെങ്കിൽ അഡ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റെസ്റ്റ് 10 മാർക്ക് കിട്ടുകയുള്ളൂ. 700 വേർഡ്സിൽ അനലിറ്റിക്കൽ ആൻസേഴ്സ് മീഡിയം ആണ് 12 മാർക്സ്. 350 to 450 ആണ് വേർഡ് കൗണ്ട് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് 12 മാർക്സിനാണ്. 60 to 120 ആണ് വേർഡ് കൗണ്ട് വരുന്നത്. ഓക്കെ, സോ എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത് 20 മാർക്സിനായിരിക്കും. 700 വേർഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ആണ്. സോ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇതിനകത്ത് അതിന്റെ ഡെഫിനിഷൻസ് ആയിരിക്കണം ആ ഇൻട്രോയിൽ കൊടുക്കണം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരു ബോഡി പാർട്ട്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോഡി പാർട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രീഫ് കൺക്ലൂഷനും കൂടെ കൊടുക്കണം. ഓക്കെ, സോ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ FRBM ആക്ട്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഇങ്ങനെ കൈൻഡ് ഓഫ് കോർ തീംസ് എസ്സേ ടൈപ്പിലെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എസ്സേ വിത്ത് സബ് പാർട്സ്. ഓക്കെ, അപ്പൊ ആ സബ് പാർട്ട് കൂടെ നമ്മൾ അഡ്രസ് ചെയ്യും. A പാർട്ടും B പാർട്ടും അങ്ങനെയായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, 10+10 ആയിരിക്കും അതിനൊരു മാർക്ക് സ്ട്രക്ചർ പറയുന്നത്. 700 വേർഡ്സിനാണ് എഴുതി തീർക്കേണ്ടത്. അനലിറ്റിക്കൽ 12 മാർക്സിനായിരിക്കും. 350 to 450 ആണ് ഒരു വേർഡ് ലിമിറ്റ് വരുന്നത്. MSMEs, ഫിസിക്കൽ ഇംബാലൻസസ്, GST കൗൺസിൽ അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഷോർട്ട് നോട്ട്സ് 12 മാർക്സിന് 60 to 120 വേർഡ് ലിമിറ്റിൽ നമ്മൾ എഴുതേണ്ടി വരും. HDI, MSP, റെപ്പോ റൈറ്റ് അതൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒരു ഡെഫിനിഷൻസ് വേണം നിർബന്ധമായിട്ടും. 2 to 3 കീ പോയിന്റ്സ് നമ്മൾ കൊടുക്കണം. അതുപോലെ പറ്റുമെങ്കിൽ എക്സാമ്പിൾസും ആ ഒരു എക്കണോമിക് അതിന്റെ പെർസെപ്ഷനും കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യും. നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫ്രം ജൂൺ 23 തൊട്ട് 25 വരെയുള്ള ബ്ലോക്ക് 1. സോ ഒരു ആവറേജ് മാർക്ക് നമ്മൾ കണക്കാക്കുന്നത് 25 ആണ്. അതിന്റെ ഒരു ടോട്ടൽ ഷെയർ 25% തന്നെയാണ്. ബ്ലോക്ക് 2 2.7 ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. ബ്ലോക്ക് 3 13.1% ആണ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 4 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. 16 ആണ് ടോട്ടൽ ഷെയർ വരുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ കോർ തീംസും പോയിന്റ്സ് ഒക്കെ ആ ഒരു ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 5 10.7 ആണ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 6 20.7 ആണ്. അതും ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഇയർലി നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഷോർട്ട് നോട്ട്സ് ഒരു ഓറഞ്ച് തീമിലും, യെല്ലോയിൽ എസ്സേ വിത്ത് സബ് പാർട്ടും, ഗ്രീനിൽ എസ്സേ കൊടുത്തിട്ടുണ്ട്, സിംഗിൾ എസ്സേ. അനലറ്റിക്കൽ ആൻസേഴ്സ് ബ്ലൂയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സബ് പാർട്ടുള്ള എസ്സേസ് അതിന്റെ എണ്ണം എന്തായാലും അത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും സാധാരണഗതിയിൽ ചോദിച്ചു കണ്ടുവരുന്നുണ്ട്. ബ്ലോക്ക് 1ഉം 6ഉം ആണ് ഒന്നും കൂടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് 42%. ബ്ലോക്ക് 3ഉം 4ഉം കൂടെ ടോട്ടൽ ഷെയർ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 29% ആണ്. സോ നമ്മൾ ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ 3 hours ആണ്, 100 മാർക്കാണ്. അതാണ് ഇവിടുത്തെ ഒരു കീവേഡ്. അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വെക്കണം നമ്മൾ. എന്നിട്ട് ആ ഒരു ടൈം ലിമിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഒരു 5 minutes കൊണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു തീർക്കുക. 2 essaysന് ഒരു 30 minutes എടുക്കുകയാണെങ്കിൽ 64 minute കൊണ്ട് 2 essay കംപ്ലീറ്റ് ചെയ്യാം. 4 മീഡിയം ആൻസേഴ്സും നമ്മൾ ഒരു 88 minutes എടുക്കാം. ഷോർട്ട് നോട്ട്സിനോട് 15 minutes എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ അതിന്റെ അപ്പിയറൻസസ്. ഫസ്റ്റ് വേണ്ട എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പോളിസി റെസ്പോൺസസ് 6 times അപ്പിയർഡ് ആണ്. ഹൈ കാറ്റഗറി തന്നെയാണ്. പോവർട്ടി, ഇൻകം ആൻഡ് നോൺ ഇൻകം, മാൽന്യൂട്രീഷൻ, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി 5 times അപ്പിയർഡ് ആണ്. ഗവേണൻസ് വേഴ്സസ് ഗവൺമെന്റ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് ഗവേണൻസ് 4 times അപ്പിയർഡ് ആണ്. എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, കമ്പോസിഷൻ, ഡിറക്ഷൻ ആൻഡ് ചാലഞ്ചസ് 3 times അപ്പിയർഡ് ആണ്. Foreign capital, FPI, FPI, OFTI, recent FTA policy 3 times appeared ആണ്. Monetary policy and inflation framework 3 times appeared ആണ്. Service tertiary sector growth and case for an integrated service policy 3 times appeared ആണ്. Physical federalism, vertical horizontal imbalances and finance commissions 3 times appeared ആണ്. Infrastructure challenges and the role of PPP 2 times appeared ആണ്. Informal service sector causes issues and policy 2 times appeared ആണ്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.
നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഫ്രീക്വൻസി ടൈപ്പ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ആർഗ്യൂ ദ എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പോളിസി റെസ്പോൺസ് ഇൻ ഇന്ത്യ 6 ടൈംസ് അപ്പയർഡ് ആണ് ആവറേജ് സ്കോർ 14 ആണ് എക്സ്പ്ലെയിൻ ഇൻകം ആൻഡ് നോൺ ഇൻകം പോവർട്ടി ആൻഡ് ദ റോൾ ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് 5 ടൈംസ് അപ്പയർഡ് ആണ് 12 ആണ് ഒരു ആവറേജ് സ്കോർ ഡിഫറൻഷിയേറ്റ് ഗവേണൻസ് ആൻഡ് ഗവൺമെന്റ് ഔട്ട്ലൈൻ കീ ആട്രിബ്യൂട്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഓക്കെ സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് 4 ടൈംസ് അപ്പയർഡ് ആണ് 10 ആണ് ഒരു ആവറേജ് സ്കോർ അനലൈസ് ഇന്ത്യസ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് composition, direction, and challenges. 3 times appeared on a 17 hour average score. Discuss forms of foreign capital and recent step to attract FTA in India. Okay, 3 times appeared on a 17 hour average score. Explain objectives and evolution of India's monetary policy and the current IT framework. 3 times appeared on a 15 hour average score. Next, examine the cause of rapid service sector growth and the case for an integrated service policy. 3 times appeared on a 14 hour average score. What is physical federalism? Analyze vertical or horizontal imbalance and the role of finance commissions. 3 times appeared on a 12 on average score. Describe infrastructure challenges and evaluate PPP as a solution. 2 times appeared on a 16 on average score. What are the causes of growth of informal sector and its policy changes? Challenges. 2 times appeared on a 13 on average score. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ പഠിക്കും എന്നുള്ളത് ഓക്കെ സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 8 കോർ ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള ഒരു 4 ടോപ്പിക്സ് ഉണ്ട് അതിന് ഒരു 3 to 4 ആർഗ്യുമെന്റ് അതുപോലെ തന്നെ കറണ്ട് പോളിസി എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു കൺക്ലൂഷനും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഒരു ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് 12 ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 മിനിറ്റ്സ് എടുത്തിട്ട് നന്നായിട്ട് എഴുതണം അതിൽ ഡെഫിനിഷൻസും ഡാറ്റയും പോളിസിയും ഒക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ 20 മാർക്സിനാണെങ്കിലും 12 മാർക്സിനാണെങ്കിലും ഈ ഒരു ഇതിൽ ചെറിയ വ്യത്യാസം കാണും ആ ഒരു സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി സോ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കോർ തീംസ് അതിൽ നമ്മൾ ജൂൺ 23 തൊട്ട് ജൂൺ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാൻ പറ്റും ടോപ്പ് 10 നമ്മൾ പറഞ്ഞിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് 77.3% റിപ്പീറ്റഡ് ആണ് സോ ആ ഒരു വാല്യൂ നിങ്ങൾ നോക്കണം ഹ്യൂജ് വാല്യൂ ആണ് സോ PYQ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ഈ ഒരു ഡിസംബർ ടിയിലോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ പ്രോബബിലിറ്റി ചാർട്ട് ആണ് ബ്ലോക്ക് വൈസ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ സർവീസ് സെക്ടർ ഗ്രോത്ത് ഇന്റഗ്രേറ്റഡ് സർവീസ് പോളിസി 16 ആണ് പ്രോബബിലിറ്റി ചാൻസ് മീഡിയം കാറ്റഗറിയാണ് ഇൻഫ്ലേഷൻ ആൻഡ് മോണിറ്ററി പോളിസി 16 ആണ് പ്രോബബിലിറ്റി ചാൻസ് മീഡിയം കാറ്റഗറിയാണ് ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ഫിനാൻസ് കമ്മീഷൻ 16 ആണ് ചാൻസ് മീഡിയം കാറ്റഗറിയാണ് ഫോറിൻ ട്രേഡ് ആൻഡ് BOP ഫോറിൻ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് പോളിസി മീഡിയം കാറ്റഗറിയാണ് 60 ആണ് ഒരു പ്രോബബിലിറ്റി ചാൻസ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് 14 ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറിയാണ് നെക്സ്റ്റ് മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് സ്റ്റേറ്റ് ഇൻവെൻഷൻ പ്രൈവറ്റൈസേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് PPP പോളിസി അഗ്രികൾച്ചർ MSF DFI മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയൽ പോളിസി മാനുഫാക്ചറിംഗ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഫോർമൽ സർവീസ് സെക്ടർ 14 ആണ് ഒരു പ്രോബബിലിറ്റി പറയുന്നത് മീഡിയം കാറ്റഗറിയാണ് റീജിയണൽ ഡിസ്പാരിറ്റീസ് മീഡിയം കാറ്റഗറിയാണ് നെക്സ്റ്റ് സം ലോ കാറ്റഗറി ടോപ്പിക്സ് നോക്കാം ക്യാപിറ്റൽ സ്റ്റോക്ക് ഓർ ഡെപ്റ്റ് മാർക്കറ്റ് ഫിസിക്കൽ പോളിസി ആൻഡ് FRBN ആക്ട് സർവീസസ് പോളിസി എക്കോണമിക് റിഫോംസ് ട്രേഡ് പോളിസി ആൻഡ് അഗ്രിമെന്റ്സ് ലോ കാറ്റഗറിയിൽ പെടുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ ഇനി ഹൈ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ടോപ്പിക്സ് നോക്കാം പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ ഇൻക്ലൂസീവ് ഗ്രോത്ത് എൻവയോൺമെന്റൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് PPP മോഡൽ MSMEs ആൻഡ് ഇഷ്യൂസ് പോളിസീസ് സോഷ്യൽ സെക്യൂരിറ്റി ഗുഡ് ഗവേണൻസ് 100 ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറിയിൽ പെടുന്ന ടോപ്പിക്സ് ആണ് ഇനി ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബബിലിറ്റി ചാൻസ് വെച്ചിട്ട് സോ അതിനൊരു പ്രോബബിലിറ്റി ഇവിടെ ഒരു വിഷ്വലി കൊടുത്തിട്ടുണ്ട് ജൂൺ 23 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഇതുപോലൊരു പ്രോബബിലിറ്റി ചാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സോ പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റിയിൽ നമ്മൾ വെച്ചിട്ടുള്ള 70 ചാൻസ് ഉള്ള ടോപ്പിക്സുകളാണ് ഓക്കെ സോ 200 വേർഡ്സിന് എന്തായാലും ഒരു ആൻസർ നമ്മൾ എഴുതി നോക്കണം ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ വെച്ചിട്ട് കറണ്ട് എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ആൻസർ മേക്ക് ചെയ്യണം നമ്മൾ നെക്സ്റ്റ് മീഡിയം ഒരു 14 to 69 ചാൻസസ് ഉള്ളതാണ് അതിന് നമ്മൾ 12 മാർക്സിന്റെ ആണെങ്കിൽ എന്താ ലൈക് ഡിഫറെന്റ് ആയിട്ട് തന്നെ എസ്സേയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അതിനൊരു ഡിഫറെന്റ് സ്ട്രാറ്റജി നമ്മൾ കൊടുക്കണം ലോ ചാൻസ് എന്ന് പറയുമ്പോൾ 40% താഴെ വരുന്നതാണ് സോ അതിന്റെ ആൻസേഴ്സിന്റെ സ്ട്രാറ്റജി കുറച്ചും കൂടി സ്ലൈഡ്ലി ഡിഫറെന്റ് ആണ് നമ്മൾ കുറച്ചും കൂടെ കോർ ഡെഫിനിഷൻസും ബുള്ളറ്റിൻ പോയിന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്താൽ മതി ഇനി നമ്മൾ ഹൈ ടു മീഡിയം ടോപ്പിക്സുകൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എത്ര റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് കൂടെ നോക്കാം സർവീസ് സെക്ടർ ഗ്രോത്ത് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട് പേപ്പേഴ്സിൽ ഇൻഫ്ലേഷനും മോണിറ്ററി പോളിസിയും 3 ടൈംസ് അപ്പിയർഡ് ആണ് ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ഫിനാൻസ് കമ്മീഷൻ 3 ടൈംസ് അപ്പിയർഡ് ആണ് ഫോറിൻ ട്രേഡ് ആൻഡ് BOP 3 ടൈംസ് അപ്പിയർഡ് ആണ് ഫോറിൻ ക്യാപിറ്റൽ 3 ടൈംസ് അപ്പിയർഡ് ആണ്
Employment and unemployment policy 3 times appeared on. Demographic dividend 2 times appeared on. Market failure and state intervention 2 times appeared on. Privatization, disinvestment, PPP policy 2 times appeared on. Agriculture 2 times appeared on. Industrial policy, manufacturing competitiveness 2 times appeared on. Informal service sector 2 times appeared on. Regional disparities 2 times appeared on. Poverty, malnutrition and inclusive growth 5 times appeared on. Highly important on. Environment and natural resources 4 times appeared on. Infrastructure and PPP model 4 times appeared on. MSMEs, issues and policy 4 times appeared on. Social security schemes, examples ആയിട്ട് engineering പോലത്തെ 4 times appeared on. Good governance 4 times appeared on. Okay, so ഇനി നമുക്ക് മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ എങ്ങനെയാണെന്ന് നോക്കാം. സോ 3 hours ആണ് ടൈം ലിമിറ്റ്. മാക്സിമം മാർക്ക് 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. നിർബന്ധമായിട്ടും ഇൻസ്ട്രക്ഷനിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഓക്കെ, നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്താലും എത്രയൊക്കെ മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കിയാലും ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ടും വായിക്കാം. Attempt questions from each section as per instruction. Indicate question number clearly. Answer should be concise, analytical, and well structured. Section A. Attempt any 2 questions from the section in about 700 words. Okay, 20 marks. 14. Okay, total score. Examine India service sector transformations is 90s. Okay, a first part. Next, discuss drivers of growth, constraints, and outline element of an integrated service policy suitable for current needs. Second one, state the objective of monetary policy in India and critically evaluate the inflation targeting framework, commenting on transmission channels and recent challenges. Third, analyze key constraints faced by MSMEs, evaluate recent policy initiatives and suggest measures to enhance competitiveness and employment outcomes. Fourth one, review the composition and direction of India's foreign trade in the last decades and assess their implications for the current account. Propose policy option for external sector resilience. Section B, attempt any 5 questions on 12 marks each, total 16 marks on. First one, define demographic dividend and discuss policy levels to harness its for inclusive growth and productivity gains. Sixth one, explain market failure and assess the role of state intervention in India, balancing efficiency and equity. Seventh one, discuss India's physical federalism, vertical and horizontal imbalances, design of intergovernmental transfers and contemporary issues. Eighth one, evaluate major agricultural policy instruments for raising productivity and farm income, noting post-reform priorities. Ninth one, analyze the environment growth trade-off in India and suggest policy directions for sustainable development. Tenth, identify principal drivers of regional disparity and evaluate policy measures to reduce gap in income, infrastructure, and human development. 11th one, review India's social security architecture, assess implementation challenge and propose reform for coverage, adequacy, and delivery. Next, short notes ആണ്. ഏതെങ്കിലും 3 നമ്മൾ ആൻസർ ചെയ്താൽ മതി. 12 മാർക്സ് ആണ്. എ പാർട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്, അതിന്റെ കോൺസെപ്റ്റും ഇംപ്ലിക്കേഷൻസും. ബി, മിനിമം സപ്പോർട്ട് ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇഷ്യൂസ് നിർബന്ധമാണ്. പോവർട്ടി ലൈൻ, മീനിങ് ആൻഡ് മെഷർമെന്റ് അപ്രോച്ച് ആണ്. എക്സ്റ്റേണാലിറ്റീസ്, ഡെഫിനേഷൻ ആൻഡ് പോളിസി റെസ്പോൺസ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, HDI, കമ്പോണൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ, സോ സബ് പാർട്ട് ആയിട്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ സബ് പാർട്ട് വരുമ്പോൾ നിർബന്ധമായിട്ടും ആ പാർട്ട് കൂടെ സെപ്പറേറ്റ് ഹെഡിങ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യും. അപ്പൊ ആൻസേഴ്സ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് പെർഫെക്റ്റ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.